ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എ സ്ക്വയർ ആൻഡ് എ ക്യൂബാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ക്യൂൻ രത്ന മഞ്ചൂരി ഹാഡ് എ വിൽ റിട്ടൺ ദാറ്റ് ഡിസ്ക്രൈബ് ഹെർ ഫോർച്യൂൺ ഓഫ് രത്നാസ് പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് ഓൾസോ ഇൻക്ലൂഡഡ് എ പസിൽ. അതായത് രത്നമഞ്ചേരി രാജ്ഞിയുടെ സമ്പാദ്യങ്ങളൊക്കെ ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ള എന്നുള്ള ഒരു വിൽപത്രം അവര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്? ഒരു പസിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹെർ സൺ കോയിസ്നാം ആൻഡ് ദ 99 റിലേറ്റീവ്സ് were invited to the read of her will. അപ്പോൾ അവരുടെ മകൻ കോയിസ്നാമിനെയും അതുപോലെ 99 റിലേറ്റീവ്സിനെയും അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഷീ വാണ്ടഡ് ടു ലീവ് ഓൾ ഓഫ് ഹെർ റിട്ടേൺസ് ടു ഹെർ സൺ. അപ്പോൾ രാജ്ഞിക്ക് എന്താണ് ഇഷ്ടം? എല്ലാ സ്വത്തുക്കളും മകന് കൊടുക്കണമെന്നാണ് ആഗ്രഹം. ബട്ട് ഷീ ന്യൂ ദാറ്റ് ഇഫ് ഷീ ഡിഡ് സോ ഓൾ ദ റിലേറ്റീവ്സ് വുഡ് ഫസ്റ്റ് കോയിസ്നാം ഫോർ അവർ. പക്ഷെ അവരെങ്ങനെ ചെയ്ത ബാക്കിയുള്ള റിലേറ്റീവ്സ് എല്ലാം ഈ കോയിസ്നാമിനെ ഡിസ്റ്റർബ് ചെയ്യും എന്ന് രാജ്ഞിക്ക് അറിയാമായിരുന്നു. ഷീ ഹോപ്പ് ദാറ്റ് ഷീ ഹാഡ് ടോൾഡ് ഹിം എവറിത്തിങ് ഹി നീഡഡ് ടു നോ അബൌട്ട് സോൾവിംഗ് പസിൽസ്. അപ്പോൾ ഈ രാജ്ഞി അവരുടെ മകനെ നേരത്തെ തന്നെ ഈ പസില് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷീ ലെഫ്റ്റ് ദ ഫോളോയിങ് നോട്ട് ഇൻ ഹർ വിൽ. ആ വില്ലിനകത്ത് എന്തുണ്ടായിരുന്നു? കുറച്ച് കാര്യങ്ങൾ അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കാം. I have created a puzzle. If all 100 of you answer it at the same time, you will share the retnas equally. അപ്പോൾ അതിനകത്ത് അതൊരു പസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പസില് എല്ലാവരും ഒരുമിച്ചാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ ആ രത്നങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. However, if you are the first one of the solve the problem, you will get to keep the entire inheritance to yourself. Good luck. അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതല്ല, ആരെങ്കിലും ഒരാളാണ് ഫസ്റ്റ് സോൾവ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം അയാൾക്ക് കൊടുക്കാം. The minister took Koisnam and his 99 relatives to a secret room in the mansion containing the 100 lockers. അപ്പോൾ അവരുടെ മിനിസ്റ്റർ ഈ 100 പേരെയും കോയിസ്നാം ഉൾപ്പെടെ 100 പേരെയും എന്ത് ചെയ്തു? ഈ 100 ലോക്കേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ദ മിനിസ്റ്റർ എക്സ്പ്ലെയിൻ ഈച്ച് പേഴ്സൺ ഈസ് അസൈൻഡ് എ നമ്പർ ഫ്രം 1 to 100. അപ്പോൾ മിനിസ്റ്റർ ആ പസിൽ സോൾവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഓരോ പേഴ്സണും എന്തുണ്ട്? 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേഴ്സൺ 1 ഓപ്പൺസ് എവറി ലോക്കർ. അപ്പോൾ ആദ്യത്തെ ആൾ എന്ത് ചെയ്യണം? എല്ലാ ലോക്കേഴ്സും ഓപ്പൺ ചെയ്യണം. പേഴ്സൺ 2 ടോഗിൾ എവറി സെക്കൻഡ് ലോക്കർ. രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ലോക്കറാണ് ടോഗിൾ ചെയ്യാനുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് that is close it if it is open if it is close. അതായത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുമെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. then person 3 toggles every third locker. മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യണം? every third locker ആണ് ടോഗിൾ. തേർഡ് ലോക്കർ മീൻസ് തേർഡിന്റെ മൾട്ടിപ്പിൾ 3, 6 and 9 എന്ന് പറയുന്നത്. then person 4 toggles every fourth toggle. നാലാമത്തെ ആള് ഫോർത്തിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എല്ലാ ലോക്കേഴ്സും ഓപ്പൺ ചെയ്യണം. ദിസ് വിൽ കണ്ടിന്യൂ അണ്ടിൽ ഓൾ 100 ഗെറ്റ് ദെയർ ടേൺ. അങ്ങനെ 100 പേർക്കും അവരവരുടെ ചാൻസ് കിട്ടുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് നടക്കും. ഇൻ ദ എൻഡ് ഓൺലി സം ലോക്കേഴ്സ് റിമെയിൻ ഓപ്പൺ. അവസാനമാകുമ്പോൾ കുറച്ച് ലോക്കേഴ്സ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ദ ഓപ്പൺ ലോക്കേഴ്സ് റിവീൽ ദ കോഡ് ടു ദ ഫോർച്യൂൺ ഇൻ ദ സേഫ്. ആ ഓപ്പൺ ആയിട്ടുള്ള ലോക്കേഴ്സിനകത്താണ് ഫോർച്യൂണിന്റെ കോഡ് ഉള്ളത്. ബിഫോർ ദ പ്രോസസ് ബിഗിൻസ്, കോയിസ്നാം റിയലൈസ് ദാറ്റ് ഹി ഓൾറെഡി നോസ് വിച്ച് ലോക്കേഴ്സ് വിൽ ബി ഓപ്പൺ അറ്റ് ദ എൻഡ്. ഹൗ ഡിഡ് ദേ ഫിഗർ ഔട്ട് ദ ആൻസർ? അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞപ്പോൾ തന്നെ കോയിസ്നാമിന് മനസ്സിലായി ഏതൊക്കെ ലോക്കേഴ്സ് ആയിരിക്കും ഫൈനലി ഓപ്പൺ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ എങ്ങനെയായിരിക്കും കോയിസ്നാം അത് മനസ്സിലാക്കിയത്? അതിന് വേണ്ടിയിട്ട് ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ടൈംസ് ഈച്ച് ലോക്കേഴ്സ് ഈസ് ടോഗിൾ. ഒരു ലോക്കർ എത്ര ടൈംസ് ടോഗിൾ ചെയ്യുന്നത് ആദ്യം കോയിസ്നാം മനസ്സിലാക്കി. അങ്ങനെയാണ് ആൻസറിലോട്ട് എത്തുന്നത്. നോക്കാം. ഇഫ് എ ലോക്കർ ഈസ് ടോഗിൾഡ് ആൻ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് വിൽ ബി ഓപ്പൺ. അതായത് ഓഡ് നമ്പർ ഓഫ് ടൈംസ് ടോഗിൾ ചെയ്തിട്ടുള്ള ലോക്കർ എന്ത് ചെയ്യും? ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഓഡ് നമ്പേഴ്സ് വരുന്ന ലോക്കേഴ്സ് ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് 1, 3, 5, 7 ഈ നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഒന്നാമത്തെ ആള് എന്ത് ചെയ്യും? എല്ലാ ലോക്കേഴ്സും ഓപ്പൺ ചെയ്യും. രണ്ടാമത്തെ ആള് 2ന്റെ മൾട്ടിപ്പിൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം ഓപ്പൺ ആയിട്ട് ഇരിക്കുക. അപ്പൊ രണ്ടാമത്തെ ആള് പോകുമ്പോൾ ഈ 2 എന്താണ്? ഓപ്പൺ ആണ്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള 2 എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും അല്ലേ? ഇവിടെ 1, 2, 3, 4, 5, 6 ഇതെല്ലാം
ഒന്നാമത്തെ ആൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ രണ്ടാമത്തെ ആൾ ചെന്ന് 2ന്റെ മൾട്ടിപ്പിൾ എല്ലാം ഓപ്പൺ ആയിരിക്കുക. അപ്പൊ 2, 4, 6 എല്ലാം ഓപ്പൺ ആയിരിക്കുക. അപ്പൊ ഈ 2, 4, 6 ഒക്കെ ഈ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ഓക്കെ. The number of times a locker is toggled is the same as the number of factors of the locker number. അപ്പോൾ ഈ ലോക്കർ നമ്പറിലെ എത്ര ടൈംസ് ടോഗിൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കി, ഇവിടെ 6ന്റെ ഫാക്ടേഴ്സ് ഉണ്ട്. 6ന്റെ ഫാക്ടേഴ്സ് ഏതാണ്? 6 കിട്ടണമെങ്കിൽ നമുക്ക് 1 into 6 എന്ന് എഴുതാം, 2 into 3 എന്ന് എഴുതാം. അപ്പോൾ ഇത് 4 എണ്ണമാണ് 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പേഴ്സൺ 1 ഓപ്പൺ ഈസ് പേഴ്സൺ 2 ക്ലോസ്. പേഴ്സൺ 1 ഓപ്പൺ ചെയ്യുന്നത് പേഴ്സൺ 2 ക്ലോസ് ചെയ്യും. പേഴ്സൺ 3 ഓപ്പൺ ഇറ്റ് ആൻഡ് പേഴ്സൺ 6 ക്ലോസസ്. അപ്പോൾ പേഴ്സൺ 3 ഓപ്പൺ ചെയ്യുന്നത് പേഴ്സൺ 6 പോയി ക്ലോസ് ചെയ്യും. The numbers 1, 2, 3 and 6 are factors of 6. ഇപ്പോൾ നോക്കാം ഇവിടെ. അപ്പോൾ 2 ഇവിടെ രണ്ടാമത്തെ പേഴ്സൺ പോയി, സെക്കൻഡ് പേഴ്സൺ പോയി, എന്ത് ചെയ്യും? ഓപ്പൺ ആയിട്ടുള്ളത് ഏതാ? 2, 4, 6, 8 ഇതെല്ലാം എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ദെൻ തേർഡ് പേഴ്സൺ പോകും. തേർഡ് പേഴ്സൺ പോകുമ്പോൾ തേർഡിന്റെ മൾട്ടിപ്പിൾ ആണ്, അതായത് 3, 6, 9, 12 ഈ ലോക്കേഴ്സ് ആണ് തേർഡ് പേഴ്സൺ ടോഗിൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 3, 6, 9 ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യണം, ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇവിടെ 6 ഇപ്പൊ എന്താണ്? ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ തേർഡ് പേഴ്സൺ പോകുമ്പോൾ ഇവിടെ 6നെ എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. ഓക്കെ. അങ്ങനെ 6ന്റെ ഫാക്ടേഴ്സ് വേണം നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാം. 1 into 6 6 ആണ്, 2 into 3 6 ആണ്. അപ്പോൾ 6ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1, 2, 3, 6 ആർ ഫാക്ടേഴ്സ് ഓഫ് 6. 4 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. നോട്ട് ദാറ്റ് ഈച്ച് ഫാക്ടർ ഓഫ് എ നമ്പർ ഹാസ് എ പാർട്ട്ണർ ഫാക്ടർ. അപ്പോൾ ഓരോ പെയർ നമ്പേഴ്സിന് എന്തുണ്ട്? ഒരു പാർട്ട്ണർ ഫാക്ടർ ഉണ്ട്. സോ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ പെയർ ഓഫ് ഫാക്ടേഴ്സ് yield the given number. Here 1 and 6 form a pair of partner factors of 6 and 2 and 3 form another pair. പാർട്ട്ണർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 into 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 തന്നെ കിട്ടും. 2 into 3 ചെയ്യുമ്പോഴും 6 കിട്ടും. ഇതിന്റെ ഫാക്ടേഴ്സ് 1, 2, 3, 6 ആണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഫാക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടണം. ഏതൊക്കെയാണെന്ന് നോക്കണം. അതായത് ഫാക്ടേഴ്സ് 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3 6 കിട്ടും, 1 into 6ഉം 6 കിട്ടും. എന്നാൽ വേറെ നമ്പേഴ്സ് 2ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് 6 കിട്ടും? ഇല്ല. അപ്പോൾ ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ സെയിം നമ്പർ 6 തന്നെ കിട്ടുന്നതിനെയാണ് പാർട്ട്ണർ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കാം. ഡസ് എവറി നമ്പർ ഹാവ് ആൻ ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? എല്ലാ നമ്പേഴ്സിനും ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണോ ഉള്ളതെന്നാണ്. 1ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 മാത്രമേ ഉള്ളൂ അല്ലേ. 1 into 1 ആണ് 1. അപ്പോൾ only 1 ഫാക്ടറേ ഉള്ളൂ 1ന്. 4നാണെങ്കിൽ നമുക്ക് 1 into 4 എന്ന് എഴുതാം, 2 into 2 എന്ന് എഴുതാം. അപ്പൊ എന്താണ് ഫാക്ടേഴ്സ്? 1, 2 and 4 ആർ ഫാക്ടേഴ്സ്. ഇവിടെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 3 ഫാക്ടർ ഉണ്ട്. അതുപോലെ 9ന്റെ ഫാക്ടർ 1 into 9, 3 into 3. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് 1, 3, 9 ആർ ദ ഫാക്ടേഴ്സ്. 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? എല്ലാ സമയത്തും ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കില്ല വരുന്നത്. അപ്പൊ നോക്കാം. ഇവിടെ for instance 36 has a factor pair 6 into 6 where both the numbers are 6. Does this numbers have an odd number of factors? If every factor of 36 other than 6 has a different factors as its partner, then we can be sure that 36 has an odd number of factors. നോക്കാം. നമുക്ക് ഇവിടെ 36ന്റെ ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 36ന് നമുക്ക് എങ്ങനെ എഴുതാം? 1 into 36 36, then 2 into 80, 2 into 80, 3 into 12 36 ആണ്. then 4 into 9 36 ആണ്. then 6 into 6 36 ആണ്. ഇപ്പൊ ഇവിടെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ 6 into 6 ഒരു പ്രാവശ്യമല്ലേ എടുക്കൂ. ഈ 6 നമ്മൾ എടുക്കാറില്ല. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ഈ 9 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഈ 36 അതായത് 6 into 6, then 7 into 7, 8 into 8 അങ്ങനെ ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സിന് എല്ലാത്തിനും
ഓഡ് നമ്പർ ആയിരിക്കും ഫാക്ടർ ആയിട്ട് വരുന്നത്. ഇതുപോലെ 8 into 8, 7 into 7, 9 into 9 അങ്ങനെ വരുന്ന നമ്പേഴ്സിനെല്ലാം എന്താണ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Then a number that can be expressed as a product of their number with itself is called a square number or simply a square. Square number അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിനെ ആ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 4, 3 into 3 9, 4 into 4 16, 5 into 5 25. ഇതിനെയാണ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് സ്ക്വയർ നമ്പർ അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത്. 3യുടെ സ്ക്വയർ ആണ് 9, 4ന്റെ സ്ക്വയർ ആണ് 16, 5ന്റെ സ്ക്വയർ ആണ് 25. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ ലോക്കസ് നമ്പർ ദാറ്റ് റിമൈൻ ഓപ്പൺ. ദെൻ അവസാനം ഏതൊക്കെയായിരിക്കും ഓപ്പൺ ആയിട്ടുള്ളതെന്നാണ്. കോൺസ്റ്റന്റ് ഇമ്മീഡിയറ്റ്ലി കളക്ട് വേർഡ് ക്ലൂസ് ഫ്രം ദീസ് 10 lockers and reads. The passcode consists of the first 5 lockers numbers that were touched exactly twice. അപ്പോൾ എന്താണ് ഈ ലോക്കേഴ്സ് ഏതൊക്കെയായിരിക്കും അവസാനം ഓപ്പൺ ചെയ്തിട്ടുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ 2 തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സ്ക്വയർ നമ്പേഴ്സ് മാത്രമായിരിക്കും എന്തുള്ളത് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും? അതായത് ഏതൊക്കെ നമ്പർ ആണോ സ്ക്വയർ നമ്പേഴ്സ് ആയിട്ട് വരുന്നത് അതൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അതായത് ഓപ്പൺ ആയിട്ടുള്ള നമ്പർ ലോക്കേഴ്സ് ഏതൊക്കെ ആയിരിക്കും? ഫസ്റ്റ് 1ന്റെ സ്ക്വയർ, അപ്പോൾ 1 എന്നുള്ള ലോക്കർ ഓപ്പൺ ആയിരിക്കും. ദെൻ 2ന്റെ സ്ക്വയർ 4 ഓപ്പൺ ആയിരിക്കും. 3യുടെ സ്ക്വയർ 9 ഓപ്പൺ ആയിരിക്കും. 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, ദെൻ 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, ദെൻ 10ന്റെ സ്ക്വയർ 100. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് വരുന്ന ലോക്കേഴ്സ് ആയിരിക്കും ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്താണ് ഈ ഫോർച്യൂൺ എവിടെയാണെന്നുള്ള കോഡ് എഴുതിയിട്ടുള്ളത്. ദെൻ വിച്ച് ആർ ദീസ് 5 ലോക്കേഴ്സ്? അപ്പൊ അതിനകത്ത് ഒരു കോഡിന് എന്ത് പറഞ്ഞിട്ടുണ്ട്? ദ പാസ് കോഡ് കൺസിസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് 5 ലോക്കേഴ്സ് നമ്പർ ദാറ്റ് വെയർ ടച്ച് എക്സാക്ട്ലി ട്വൈസ്. അതായത് 2 പ്രാവശ്യം മാത്രം ടച്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ 5 ലോക്കേഴ്സ് മാത്രമായിരിക്കും എന്താണ് The passcode consists of the first 5 locker number that were touched exactly twice. അതായത് അതിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? 2 തവണ മാത്രം ടച്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ 5 ലോക്കർ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണത്? അങ്ങനെ വരണമെങ്കിൽ ഏതൊക്കെയായിരിക്കും? The lockers that are toggled twice are the prime numbers, since each prime number has 1 and the number itself has factors. So the code is അപ്പോൾ എന്താണ്? 2, 3, 5, 7 and 11. അതായത് 2 തവണ മാത്രം ടച്ച് ചെയ്യുക മീൻസ് പ്രൈം നമ്പേഴ്സിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? 2 തവണ 2 ടൈംസ് ടച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഒരാൾ ഓപ്പൺ ചെയ്യും, ഒരാൾ ക്ലോസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ആദ്യം വരുന്ന 5 ലോക്കേഴ്സ്, അതായത് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്ന 5 എണ്ണത്തിന് മാത്രമായിരിക്കും പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അത് ഏതൊക്കെയായിരിക്കും? 2, 3, 5, 7, 11. ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആ നമ്പറും 1ഉം മാത്രമായിരിക്കും അതിന്റെ 1 and the number itself are the factors. 1 and the number itself are the factors. അതായത് 1ഉം ആ നമ്പറും മാത്രം ഫാക്ടർ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും പ്രൈം നമ്പേഴ്സ് വരുന്ന ലോക്കേഴ്സിനകത്താണ് ഫോർച്യൂൺ ഉള്ളതെന്നാണ് കോയിൻസ്ന മനസ്സിലാക്കിയത്. അതായത് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോറി പോലെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.